ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. 24 മണിക്കൂറിനുള്ളിൽ കൊലപാതകിയെ ഞങ്ങൾ പിടിക്കും. നിങ്ങളുടെ അനുജത്തി നിരപരാധിയാണെങ്കിൽ കുഴപ്പമില്ല. മറിച്ച് ഈ കുട്ടിയാണ് അത് ചെയ്തതെങ്കിൽ ആരെക്കൊണ്ടും ഇവളെ രക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ ലക്ഷ്യം നേടുന്നതുവരെ ഒരു രീതിയിലും പിടിക്കപ്പെടാൻ പാടില്ല. കിരണിരിക്കെ. എന്താ സർ, എന്താ വന്നത്? പല്ലവി ആരാ? സർ, പല്ലവിന്റെ അനിയത്തിയ. എന്താ കാര്യം? ഒരു കേസിന്റെ കാര്യം സംസാരിക്കാനാ വന്നത്. ഞങ്ങൾക്ക് പല്ലവിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ കുട്ടിയൊന്ന് വിളിക്കാമോ? എന്ത് കേസിന്റെ കാര്യമാണ് സർ? ഒന്ന് വിശദമായിട്ട് പറയാമോ? ആദ്യം നിങ്ങൾ പല്ലവി വിളിക്ക്. കാര്യവും കാരണവും പിന്നെ പറയാം. പല്ലവി, പല്ലവി. സർ, അകത്തേക്കിരിക്കാം. പല്ലവിയോട് ഇവർക്കെന്തോ ചോദിക്കാനുണ്ടെന്ന്. കുട്ടി റിസോർട്ടിൽ പാർട്ടിക്ക് പോയിരുന്നോ? എന്താ ചോദിച്ചു കേട്ടില്ലേ? കുട്ടി എവിടെ പോയിരുന്നോ ഇല്ലയോ? സർ, ഇവളൊരു ചെറിയ കുട്ടിയല്ലേ. നിങ്ങളിങ്ങനെ പെട്ടെന്ന് കയറി വന്ന് ഓരോന്ന് ചോദിച്ചാ അവൾ പേടിച്ചു പോയില്ലേ? സാറേ, കാര്യം എന്താന്ന് നിങ്ങൾ ഞങ്ങളടുത്ത് പറ. പല്ലവി പാർട്ടിക്ക് പോരുന്ന റിസോർട്ടിൽ ഒരു സംഭവം നടന്നു. അതേക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത്. സംഭവം? എന്ത് സംഭവം സർ? സർ, അതിന് പല്ലവി എന്തിനാ ചോദ്യം ചെയ്യുന്നേ? സർ, പ്ലീസ് സർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ആ കൊലപാതകമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. ആ, കൊലപാതകവും? കേട്ടല്ലോ, ഞാൻ സംഭവം എന്നാ പറഞ്ഞത്. പക്ഷെ ഈ കുട്ടി തന്നെ അത് കൊലപാതകമാണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ജോലി കുറച്ചുകൂടി എളുപ്പമാക്കി തന്നു. അയ്യോ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? നീ ഒന്ന് സമാധാനിക്ക്. ആദ്യം കാര്യം എന്താന്ന് അറിയട്ടെ. അപ്പോ നിങ്ങൾക്കും ആ കൊലപാതകമായിട്ട് എന്തോ ബന്ധമുണ്ടല്ലേ? ദുർഗ, പറ കുട്ടി, അവിടെ എന്താ നടന്നത്? മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാം എളുപ്പമാവും. ആ പയ്യനും പല്ലവിക്കും തമ്മിൽ എന്താ ബന്ധം? അയ്യോ, ആ പയ്യനെ എന്തിനാ നീ കൊന്നത്? നിങ്ങൾ എന്തൊക്കെയാ സാർ ഈ വിളിച്ചു പറയുന്നേ? ആ റിസോർട്ടിൽ പോയെന്ന് കരുതി പല്ലവി എങ്ങനെ കൊലപാതകയാവുന്നേ? എന്ത് തെളിവാ നിങ്ങൾക്ക് എന്റെ അനിയത്തിയുടെ എതിരെ ഉള്ളത്? അതെ, ഈ വീട്ടിലെ കുട്ടിയാ പല്ലവി. ഇവിടെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ അന്തസ്സിന് എതിരായിട്ട് ഒന്നും ചെയ്യില്ല. സാറേ, അഥവാ എന്തെങ്കിലും ഒരു തെറ്റ് എന്റെ മകളുടെ ഭാഗത്തു നിന്നുണ്ടായ അത് അവൾ ആദ്യം ഞങ്ങളുടെ അടുത്ത് പറയും. അതെ സർ, ഈ കൊലപാതകവുമായിട്ട് പല്ലവിക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല.
അത് ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമല്ലേ മേഡം? എന്റെ അനുവാദം ഇല്ലാതെ എന്റെ വീട്ടിൽ ആരെയും ചോദ്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. മേഡം, ഇതൊരു നിസ്സാര കേസല്ല, കൊലപാതകമാണ്. സംഭവം നടന്ന സ്ഥലത്ത് ആ സമയത്ത് നിങ്ങളുടെ അനുജത്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പല്ലവിയെ ചോദ്യം ചെയ്തേ പറ്റൂ. അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. ഇതിന് നിങ്ങൾ സഹകരിക്കണം. സർ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുകളിലുള്ള ആളെ വിളിക്കാൻ എനിക്കറിയാം. ഞാൻ ഇപ്പൊ തന്നെ മിനിസ്റ്ററെ വിളിക്കാം. ഹലോ സർ. സർ, ഇത് പൂർണിമയാണ്. സർ, എനിക്കൊരു ഹെൽപ്പ് വേണം. സർ, പോലീസ് എന്റെ വീട്ടിൽ വന്ന് ഒരു തെളിവും ഇല്ലാതെ എന്റെ അനിയത്തെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നു. ഓക്കെ സർ, ഞാൻ കൊടുക്കാം. മിനിസ്റ്റർ ലൈനിലുണ്ട്. സർ, ഓക്കെ സർ. ഇല്ല സർ. സോറി സർ. എന്താ തിരിച്ചു പോവാൻ പറഞ്ഞോ? കിരൺ, എങ്കിൽ നിങ്ങൾ ചെല്ല്. ഇപ്പൊ ഞങ്ങൾ പോകുന്നു. എന്നാ ഒരു കാര്യം ഓർത്തോ, മരിച്ച പയ്യൻ ഒരു സാധാരണക്കാരനല്ല. വ്യവസായ പ്രമുഖൻ അലക്സിന്റെ മകനാ മരിച്ച മാർട്ടിൻ. നിങ്ങൾ മിനിസ്റ്റർ വിളിച്ചാൽ അയാൾ CM-നെ വിളിക്കും. 24 മണിക്കൂറിനുള്ളിൽ കൊലപാതകിയെ ഞങ്ങൾ പിടിക്കും. നിങ്ങളുടെ അനുജത്തി നിരപരാധിയാണെങ്കിൽ കുഴപ്പമില്ല. മറിച്ച് ഈ കുട്ടിയാണ് അത് ചെയ്തതെങ്കിൽ ആരെക്കൊണ്ടും ഇവളെ രക്ഷിക്കാൻ പറ്റില്ല. അയ്യോ സതിവേട്ട,